നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓർഗാനിക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് പഠിച്ചത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും 3 ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, മൂന്നാമത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അങ്ങനെ 3 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് 4ാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലോ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഇതാണ് 4ാമത് നമ്മൾ പഠിക്കുന്നത് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മളെ ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ. ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മളേത് ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഹാലോ ഗ്രൂപ്പുകളെ നാമകരണം ചെയ്യുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ മറ്റേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോന്നിൻ്റെ നാമകരണം പഠിച്ചപ്പോൾ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ എഴുതിയല്ലോ, അതേപോലെ നമുക്കൊന്ന് എഴുതാം. ഈ ഹാലോ ഗ്രൂപ്പുകളെ നാമകരണം ചെയ്യുന്നത് ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം. ഫസ്റ്റ് എന്താണ്? ഏത് പൊസിഷനിലാണോ ആ ഹാലോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് അതാണ് നോക്കുന്നത്. ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം പ്ലസ് ഒരു ഹൈഫൺ കൊടുക്കുക. ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം പ്ലസ് ഹൈഫൺ പ്ലസ് ഹാലോ ഗ്രൂപ്പിന്റെ പേര്. ഇവിടെ ഏത് ഹാലോ ഗ്ഗ്രൂപ്പാണ് എന്ന് നോക്കുക. ഹാലോ ഗ്രൂപ്പിന്റെ പേര് പ്ലസ് മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആൽക്കൈനിന്റെ പേര്. ഓക്കെ, ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 എണ്ണം എഴുതി നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഏത് പൊസിഷനിലാണ് ആ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാർബണിനെ നമ്പർ ചെയ്യാനൊക്കെ പഠിച്ച് അല്ലേ? അപ്പൊ അങ്ങനെ ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം പ്ലസ് ഒരു ചെറിയ ഹൈഫൺ കൊടുക്കുക പ്ലസ് ഹാലോ ഗ്രൂപ്പിന്റെ പേര് പ്ലസ് ആൽക്കൈനിന്റെ പേര്. ഒന്നാമത് നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ടുള്ളത്. നമ്മൾ മീഥെയ്ൻ നോക്കാം. CH4 ആണ് അല്ലേ? അതില് നമ്മളിവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം മാറിയിട്ട് അവിടെ നമ്മൾ ക്ലോറിൻ ആറ്റം വരികയാണെങ്കിൽ Cl, ക്ലോറോ. ഇപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ നമുക്ക് നാമകരണം ചെയ്യാം? ഇത് ഫസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പോൾ 1 ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം നമ്മൾ നോക്കുക. 1 ഏതാണ് ഇരിക്കുന്നത്? 1 എന്ന് എഴുതുക. ഒരു ഹൈഫൺ കൊടുക്കുക. ഇവിടെ ഏതാണ്? ക്ലോറോ അല്ലെ? 1 ക്ലോറോ മീഥേൻ. 1 ക്ലോറോ മീഥേൻ. ഇതാ മീത്, ഒരു കാർബൺ ആറ്റം ഉള്ളതാണ് മീത്. 2 എണ്ണം ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്. അത് നമ്മൾ 10 വരെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ അതിനകത്ത് നോക്കുക, ഫസ്റ്റ് എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുക. അല്ലെങ്കിൽ ഇതിനെ ക്ലോറോ മീഥേൻ എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു പൊസിഷനല്ലേ അവിടെ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് 1 എടുത്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലോറോ മീഥേൻ. അപ്പൊ എങ്ങനെ കൊടുക്കുക? 1ാമത്തെ പൊസിഷനിൽ ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം നമ്മൾ കൊടുത്തു, ഒരു ചെറിയ ഹൈഫൺ കൊടുത്തു. പിന്നെ ഏതാണോ ഇവിടെ ഹാലോ ഗ്രൂപ്പ്, ഇവിടെ ക്ലോറിൻ ആണ് വന്നിരിക്കുന്നത്, ക്ലോറോ അല്ലെ? അപ്പൊ അതുകൊണ്ട് ക്ലോറോ, പിന്നെ ആൽക്കൈനിന്റെ പേര് മീതായതുകൊണ്ട് ഒരു കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് മീഥെയ്ൻ എന്ന് കൊടുത്തു. ഇത് IUPAC നാമമാണ്. ഇതിന്റെ നമ്മൾ കോമൺ നെയിം എന്ന് പറയുന്നത് മീഥൈൽ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. മീഥൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇതുപോലെ നമുക്ക് 2 എണ്ണം ഉള്ളത് ഈഥൈൻ്റെ നോക്കാം. നമുക്ക് കാർബൺ H വാലൻസി എപ്പോഴും നോക്കാം. കാർബണിന് വാലൻസി 4 H ഇവിടെ നമ്മൾ ക്ലോറിൻ. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഫസ്റ്റ് കാർബൺ അല്ലേ? അപ്പൊ 1 ഹൈഫൺ കൊടുക്കുക അല്ലേ? 1 ഏത് തന്നെയാ വന്നേക്കുന്നത്? ഇവിടെ ക്ലോറോ. 1 ക്ലോറോ ഈഥെയ്ൻ.
1-chloro ഈഥെയ്ൻ. ഇത് IUPAC നാമമാണ് 1-chloro ഈഥെയ്ൻ എന്ന് പറയുന്നത്. ഇതിന്റെ കോമൺ നമുക്ക് നെയിം പറയുകയാണെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് എന്ന് പറയാം. ഈഥൈൽ ക്ലോറൈഡ്. ഈഥൈൽ ക്ലോറൈഡ്. ഇപ്പൊ 2 എണ്ണം നമുക്ക് കിട്ടി അല്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്താ, ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം നോക്കുക, ഒരു ചെറിയ ഹൈഫൺ കൊടുക്കുക, ഏതാണോ ഹാലോ ഗ്രൂപ്പ് വന്നിരിക്കുന്ന ആ ഹാലോ ഗ്രൂപ്പിന്റെ പേര് ചേർക്കുക, പിന്നെ നമ്മൾ ആൽക്കെയിന്റെ പേര് ഓർക്കുക. ഇത് 2 എണ്ണം, കാർബണില് 2 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ ഈത് പ്ലസ് ഈഥെയ്ൻ അല്ലെ? ഈഥെയ്ൻ, 1-chloro ഈഥെയ്ൻ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. CH3. ഞാനിത് വിടർത്തി എഴുതുന്നില്ല, ഇത് തന്മാത്രമാക്കിയായിട്ട് തന്നെ എഴുതാണ് കേട്ടോ. CH3, CH2, CH2, CH3. രണ്ടാമത്തെ പൊസിഷനിലാണ് ഇവിടെ വന്നേക്കുന്നത്, ക്ലോറിൻ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം IUPAC നാമമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ കാർബണിന് എന്ത് ചെയ്യുക, നമ്മൾ പേര് കൊടുക്കുക അല്ലെ? അപ്പൊ അതിനകത്ത് എവിടെ നിന്നാ കൊടുക്കേണ്ടത് നോക്കി. ഒന്നില്ലെങ്കിൽ നമുക്ക് അതിന് ഏതാണ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മളത് നാമകരണം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ നിന്ന് വരുമ്പോൾ 1, 2, 3, 4 ആവും. ഇവിടെ നിന്ന് നമുക്ക് നോക്കി, ഇവിടെ നിന്ന് വരുമ്പോൾ 1, 2 രണ്ടാമത്തെ പൊസിഷനിൽ. അപ്പൊ ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക. 1, 2, 3, 4, 5. ഇത് എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്? രണ്ടാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം എഴുതി 2. ഇനി ഏതാണ് ഇവിടെ വന്നേക്കുന്നത്? ക്ലോറോ തന്നെ അല്ലെ? 2-chloro. നോക്കിയേ, മീത്, ഈത്, പ്രൊപ്പ് അല്ലെ? മൂന്നാമത് വരുമ്പോ നമ്മള് പ്രൊപ്പ് വരും. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. ഇവിടെ 5 കാർബണാറ്റാ വന്നേക്കുന്നത് അല്ലെ? പെന്റ്. അപ്പോ പെന്റെയിൻ. അപ്പൊ എങ്ങനെ ഇത് വായിക്കുന്നത്? ഇവിടെ ഹൈഫൺ വേണം കേട്ടോ. ഇത് എഴുതിയിട്ട് സ്ഥാനം പൊസിഷൻ കൊടുക്കുക, ഹൈഫൺ കൊടുക്കുക. ഏതാണ് ഇവിടെ ഹാലജൻ നോക്കുക, ഹാലോ ഗ്രൂപ്പ് നോക്കുക, ക്ലോറോ ആണ്, ക്ലോറോ. പിന്നെ അടുത്ത ഏതാണ്, നമ്മൾ ഇതിന്റെ പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ ആൽക്കൈൻ്റെ പേര് എഴുതുക. ഇത് പെന്റ് ആണ് അല്ലെ? 5 എണ്ണം ഉള്ളതുകൊണ്ട് പെന്റൈൻ, 2-chloro പെന്റൈൻ. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. CH3, CH2, CH2, Cl. ഇത് എത്രാമത്തെ നോക്കുക? ഇവിടുന്ന് ഇതിനകത്താണ് നമ്മൾ ഏത് ക്ലോറോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്, ഹാലോ ഗ്രൂപ്പ് ക്ലോറോ വന്നിരിക്കുന്നത്. 1, 2, 3 ചെയ്തു. 1 ഒന്നാമത്തെ പൊസിഷൻ 1 എഴുതുക, സ്ഥാനം എഴുതുക, ഹൈഫൺ കൊടുക്കുക, ക്ലോറോ. 1-chloro, മീത്, ഈത്, പ്രൊപ്പ്. അപ്പൊ എങ്ങനെ പ്രൊപ്പെയിൻ. 1-chloro പ്രൊപ്പെയിൻ. ഇവിടെ AN ആണ് കേട്ടോ ആൽക്കൈൻ്റെ പേര് എന്ന് പറയുമ്പോൾ AN. ഇംഗ്ലീഷിൽ വരുമ്പോൾ PRO PANE വരും, പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഏതിൻ്റെയാണ്? ഹാലോ ഗ്രൂപ്പുകളെ കുറിച്ചാണ് പഠിച്ചത്. ഹാലോ ഗ്രൂപ്പിന്റെ നാമകരണവും നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ നോക്കുക. ഹാലോ ഗ്രൂപ്പിന്റെ സ്ഥാനം പ്ലസ് ഹൈഫൺ കൊടുക്കുക, ഹാലോ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുക, പിന്നെ ലാസ്റ്റ് ആൽക്കെയിൻ്റെ പേരും കൊടുക്കുക. ഇതനുസരിച്ചാണ് നമ്മളത് കാർബണിന് നമ്പർ ചെയ്യുക. എന്നിട്ട് അതിന്റെ പൊസിഷൻ ബ്രാഞ്ചിന് ചെറിയ നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ കാർബൺ ആറ്റത്തെ നമ്പർ ചെയ്യുക. നമ്പർ ചെയ്ത് എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് എഴുതുക, ഹൈഫൺ കൊടുക്കുക. ഏത് ഹാലോ ഗ്രൂപ്പാണ് അവിടെ വന്നിരിക്കുന്നത്? ഇവിടെ എല്ലാത്തിനും ക്ലോറോ ആണ് വന്നത്. അതുകൊണ്ട് 1-chloro. ഇപ്പൊ 1 പൊസിഷൻ ആയത് 1-chloro. പിന്നെ അവിടെ ആൽക്കെയിൻ്റെ പേര് നോക്കുക. ആൽക്കെയിൻ്റെ പേര് നമുക്കറിയാം. ഇത് എണ്ണ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എണ്ണ അനുസരിച്ച് നമ്മൾ പഠിച്ചാണ്. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, അങ്ങനെ 10 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാലോ ഗ്രൂപ്പാണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്ന ആൽക്കോക്സി ഗ്രൂപ്പാണ്. അഞ്ചാമത്തെയാണ് അല്ലെ? 5ാമത്തെ ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് 5ാമത്തെ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ആൽക്കോക്സി ഗ്രൂപ്പ്
അടങ്ങിയ സംയുക്തങ്ങളെ ഈതറുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെ അറിയപ്പെടുന്നത് ഈതറുകൾ എന്നറിയപ്പെടുന്നു. ഈതറുകൾ, 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 ഈതേഴ്സ്, THERS, ഈതേഴ്സ്, ഈതറുകൾ എന്നറിയപ്പെടുന്നു. അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളെ ഈതറുകൾ എന്നറിയപ്പെടുന്നു. ആൽക്കോക്സി ആൽക്കൈൻ എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള അത് ഏതാണ്? ഈതറുകളാണ്. അപ്പൊ ആൽക്കോക്സി ആൽക്കൈൻ എന്ന് പറയുന്നത് ഏതാണ്? ഈതറാണ്. ആൽക്കോക്സി ആൽക്കൈൻ എന്ന നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈതറുകളാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ ഇത് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ O ഗ്രൂപ്പ്, ഇവിടെ O ഗ്രൂപ്പിന് ഇരുവശത്തുമുള്ള കാർബണിന്റെ നമ്പർ നോക്കുക, അല്ലെങ്കിൽ കാർബൺ ആറ്റങ്ങൾ നോക്കുക. അതാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഇത് നമ്പർ എഴുതുന്നത്. O ഗ്രൂപ്പിന് ഇരുവശത്തുമുള്ള ആൽക്കൈൻ റാഡിക്കലില് നീളം കൂടിയതിനെ ആൽക്കൈൻ എന്ന് നാമകരണം ചെയ്യുന്നു. അപ്പൊ ആദ്യം O ഗ്രൂപ്പ് നോക്കുക, അതിന്റെ ഇരുവശത്തുമുള്ള ആൽക്കൈൻ റാഡിക്കൽ നോക്കുക. ആ ആൽക്കൈൻ റാഡിക്കലില് നീളം കൂടിയതിനെ ആൽക്കൈൻ എന്ന് പറയുന്നു. നീളം കൂടിയത് ഇവിടെ എഴുതാം നമുക്കൊന്ന്. നീളം കൂടിയത് ആൽക്കൈൻ. നീളം കൂടിയതിനെ ആൽക്കൈൻ എന്ന് പറയുന്നു. നീളം കൂടിയതിനെ ആൽക്കൈൻ, കൈനല്ല ആൽക്കൈൻ. നീളം കൂടിയതിനെ ആൽക്കൈൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ O ഗ്രൂപ്പിന് ഇരുവശത്തുമുള്ള റാഡിക്കൽ നോക്കുക. O ഗ്രൂപ്പിന് ഇരുവശത്തുമുള്ള ആൽക്കൈൽ റാഡിക്കലുകളിൽ നീളം കൂടിയതിനെ ആൽക്കൈൻ എന്ന് പറയുന്നു. കൈൻ, ആൽക്കൈൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി നീളം കുറഞ്ഞതിനെയാണ് ആൽക്കോക്സിയും എന്ന് പറയുന്നു. അപ്പൊ രണ്ട് പാർട്ടാണ് ഇത് എഴുതുന്നത്. നമുക്കിത് നെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ നീളം കുറഞ്ഞതിനെ എന്തെന്ന് അറിയപ്പെടുന്ന? ആൽക്കോക്സി എന്നും അറിയപ്പെടുന്നു. നീളം കുറഞ്ഞത് ആൽക്കോക്സി. നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ O ഗ്രൂപ്പിന് ഇരുവശത്തുമുള്ള ആൽക്കൈൻ റാഡിക്കൽ നോക്കുക. അതില് നീളം കൂടിയതിനെ ആൽക്കൈൻ എന്നും നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി എന്നും പറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തു നോക്കാം. നോക്കാം, CH3 CH2 O CH2 CH3. ഇവിടെ നോക്കാം, ഇവിടെ O ഗ്രൂപ്പ് കണ്ടു. ആ ഗ്രൂപ്പിന് ഇരുവശത്ത് നോക്കും. ഇവിടെ എത്രയുണ്ട്? 1 2. ഇവിടെ 1 2. ഇതിൽ രണ്ടും സെയിം ആണ് അല്ലെ? രണ്ട് വശവും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മീത് ഈത്, അപ്പൊ ഏതാണ് വരുന്നത്? ഈതൈൻ എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ നോക്കുക, അതിന്റെ പൊസിഷൻ മനസ്സിലാക്കി വെക്കുക. മീത് ഈത് പ്രൊപ്പ് അങ്ങനെ നോക്കുക. ഇത് രണ്ടെണ്ണം ഉള്ളത് ഈതാണ് വരുന്നത് അല്ലെ? അപ്പൊ ഈതോക്സി ഈതൈൻ. ആൽക്കോക്സി ഗ്രൂപ്പ് ആദ്യം എഴുതുക. അപ്പൊ ഈതായതുകൊണ്ട് ഈതോക്സി എങ്ങനെ വരും? ആൽക്കോക്സി എന്നുള്ളത് ആദ്യം നമ്മൾ എഴുതുക പേര്. അപ്പൊ മീത് ഈത്, ഈതായതുകൊണ്ട് എങ്ങനെ എഴുതാം? ഈതോക്സി ഈതൈൻ. ഈതോക്സി ഈതൈൻ. ഈതോക്സി ഈതൈൻ എന്ന് എഴുതുന്നു. ഓക്കെ, ഈതോക്സി ഈതൈൻ. ആദ്യം ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ഇത് എഴുതുക. ഇവിടെ മീത് ഈത് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ഈതോക്സി ഈതൈൻ. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. CH3 O CH2 CH3. ഇവിടെ നോക്കിയേ, O ഗ്രൂപ്പ് കണ്ടു. O ഗ്രൂപ്പിന് നോക്കുക, നീളം കൂടിയതിനെ ആൽക്കൈൻ എന്ന് പറയുന്നു. ഈ നീളം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ ഇതിനാണ് കൂടുതൽ, ഇതിന് ആൽക്കൈൻ എന്നും നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി എന്നും പറയുന്നു. ഇപ്പൊ ഇവിടെ മീതായതുകൊണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മീതോക്സി. കണ്ടോ, നീളം കുറഞ്ഞതിനെ നമ്മൾ ആൽക്കോക്സി എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, മീതായതുകൊണ്ട് മീതോക്സി. മീതോക്സി. മീത് ഈത് അല്ലെ? ഈതൈൻ. ഇങ്ങനെ എഴുതാം, മീതോക്സി ഈതൈൻ. പേരെഴുതാം, മീതോക്സി ഈതൈൻ. മീതോക്സി ഈതൈൻ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം.
ഓക്കെ, അടുത്ത് നമുക്ക് എഴുതാം CH3 CH2O CH2 CH2 CH3. ഇവിടെ നോക്കാം, O ഗ്രൂപ്പ് കണ്ടു. O ഗ്രൂപ്പിന് നീളം കൂടിയതിനെ ആൽക്കൈൻ എന്നാണ് പറയുന്നത്. ആൽക്കൈൻ കൊടുക്കുക, നീളം കുറഞ്ഞതിനെ ആൽക്കോക്സി എന്നും കൊടുക്കുക. അപ്പോൾ നീളം കുറഞ്ഞത് ഇതാണ് അല്ലേ. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? മീത് ഈത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഈതോക്സി 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 ഈതോക്സി. ഇവിടെ നോക്കിയേ, മീത് ഈത് പ്രൊപ്പ്. അപ്പൊ രണ്ടാമത്തെ നീളം കൂടിയ ആൽക്കൈൻ എന്ന് പറയുന്നു. അപ്പൊ പ്രൊപ്പ് വരുമ്പോ പ്രൊപ്പൈൻ. ഈതോക്സി പ്രൊപ്പൈൻ ഈതോക്സി പ്രൊപ്പൈൻ ഈതോക്സി പ്രൊപ്പൈൻ. ഇപ്പൊ ഇത് 3 എക്സാമ്പിൾ തന്നെ നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് എഴുതാം. ആൽക്കോക്സി ഗ്രൂപ്പിന് 2 ഭാഗമാണ് ഉള്ളത്. അപ്പൊ നോക്കുക, O ഗ്രൂപ്പ് നോക്കുക, O ഗ്രൂപ്പിന് ഇരുവശത്തും കാണുന്ന ആൽക്കൈൻ റാഡിക്കിൾ നോക്കുക. അതിൽ നീളം കൂടിയതിനെ ആൽക്കൈൻ എന്ന് കൊടുക്കുക, നീളം കുറഞ്ഞതിന് ആൽക്കോക്സി എന്നും പറയുക അല്ലെ. അപ്പൊ ആദ്യം ആൽക്കോക്സി ഗ്രൂപ്പാണ് എഴുതുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇത് നീളം കുറഞ്ഞത് ആൽക്കോക്സി. ആൽക്കോക്സിയിലെ മീത് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മീതോക്സി. ഇനി രണ്ടാമത്തെ നോക്കുക, ആൽക്കൈൻ നോക്കുക, മീത് ഈത് രണ്ടെണ്ണം വരുന്നതുകൊണ്ട് ഈതൈൻ ഉണ്ടോ. മീതോക്സി ഈതൈൻ. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം ഇപ്പൊ 5 6ാമത്തെ കീറ്റോൺ ഗ്രൂപ്പാണ് പഠിക്കാൻ പോകുന്നത്. കീറ്റോൺ ഗ്രൂപ്പ് 6ാമത്തെയാണ് കീറ്റോൺ ഗ്രൂപ്പ്. കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O C. ഇതാണ് കീറ്റോൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. C ഡബിൾ ബോണ്ട് O. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പുമായിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. അത് നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക, കീറ്റോൺ ഗ്രൂപ്പ് എപ്പോഴും വരുന്നത് നടുക്കായിരിക്കും, സെന്ററിലായിരിക്കും. അപ്പോൾ അതിനകത്ത് മീത് ഇതിന് പറ്റുമോ? ഇല്ല. അത് മീത് എന്ന് പറഞ്ഞാൽ ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ അതിന്റെ നമുക്ക് ഈ ഗ്രൂപ്പ് കീറ്റോൺ ഗ്രൂപ്പ് നടുക്ക് എഴുതാൻ സാധിക്കില്ല അല്ലെ. ഇതിലാണെങ്കിൽ 2 എണ്ണേ വരുന്നുള്ളൂ കാർബൺ. അപ്പൊ അതിന്റെ നടുക്ക് എഴുതാന്ന് പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് 3ാമത്തെ മീത് ഈത് പ്രൊപ്പിലാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ നമ്മളെ കീറ്റോൺ ഗ്രൂപ്പിന്റെ നാമകരണം ചെയ്യുമ്പോൾ ONE എന്ന് ചേർക്കുന്നു. അവിടെ മിൻ പ്രത്യേകമായിട്ട് നമ്മൾ ചേർക്കുന്നത് ONE ആണ്. ONE. അപ്പൊ അത് മീതിലും പറ്റില്ല. എന്തുകൊണ്ടാണ്? കീറ്റോൺ ഗ്രൂപ്പ് സെന്ററിലാണ് വരുന്നത് അല്ലെ. അത് ഇപ്പൊ 2 എണ്ണം ഉള്ളതിൽ നടുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരെണ്ണം ഉള്ളതിൽ നമുക്ക് നടുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് 3ാമത്തേന്ന് ഒടുങ്ങിയാണ് ഇവിടെ എഴുതുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതണേന്ന്. C കാർബണിന്റെ വാലൻസി എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ നോക്കുക, 4 വരാൻ പാകത്തിന് എഴുതുക കാർബൺ. ഇവിടെ ഡബിൾ ബോണ്ട് O CH3 അല്ലേ. H. ഇവിടെ നോക്കിയേ, ഇവിടെ കീറ്റോൺ ഗ്രൂപ്പ് എവിടെയാണ് വന്നേക്കുന്നത്? ഇവിടെ നടുക്കാണ്. 3 എണ്ണം ഉള്ളത് കൊണ്ട് കീറ്റോൺ ഗ്രൂപ്പ് സെന്ററിലാണ് വന്നേക്കുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കീറ്റോൺ ഗ്രൂപ്പ് ഈ സൈഡിൽ ഇവിടെയാണ് ഈ കീറ്റോൺ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ നമുക്ക് എന്താവും? ആൽഡിഹൈഡ് ആവും. നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ് ഗ്രൂപ്പിലാണ് നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചത്. എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ സ്ട്രക്ചർ നമ്മൾ എഴുതിയപ്പോൾ എന്താണ്? C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്, അങ്ങനെ സൈഡിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പ് നമ്മൾ ഈ സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കീറ്റോൺ ഗ്രൂപ്പ് എപ്പോഴും നടുക്ക്. ഇപ്പൊ 4 എണ്ണം ഉണ്ടെങ്കിൽ 2ാമത്തെയോ 3ാമത്തെയോ അങ്ങനെ നടുക്കാണ് ഈ കീറ്റോൺ ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് നമ്പർ നോക്കാം. 1 2 3 3 എണ്ണം ഉണ്ട് അല്ലേ. മീത് ഈത് പ്രൊപ്പ്. അപ്പൊ പ്രൊപ്പാൻ പ്ലസ് ONE ആണ് ചേർക്കണം. പ്രൊപ്പനൺ. എന്താണ് ഇത് നാമകരണം ചെയ്യുന്ന? പ്രൊപ്പനൺ. PROPANONE പ്രൊപ്പാൻ പ്ലസ് ഓൺ പ്രൊപ്പനൺ. ഇങ്ങനെ കൊടുക്കാം പ്രൊപ്പനൺ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കാം. ബ്യൂട്ടൈൻ്റെ നോക്കാം നമുക്ക്. C 4 കാർബൺ ഡബിൾ ബോണ്ട് O. ബാക്കി എല്ലായിടത്തും നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യുക. വാലൻസി എപ്പോഴും
കാർബണിന്റെ വാലൻസി എപ്പോഴും 4 വരുന്ന രീതിയിൽ ബാക്കിയെല്ലാം ഹൈഡ്രജൻ ആറ്റം കൊടുത്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ രണ്ടാമത്തേലാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കീറ്റോൺ ഗ്രൂപ്പ് ഇതാണ്. ഇനി ഇവിടെ ഇതിന്റെ എണ്ണം നമ്മൾ നോക്കുക. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്. അപ്പൊ എങ്ങനെയാ എഴുതാം ഇതിന്റെ? ബ്യൂട്ടാൻ ഓൺ, ബ്യൂട്ടനൺ ഉണ്ടോ? BUTANONE, ONE ചേർത്ത് പ്രത്യയമായിട്ട് അവിടെ ONE ചേർത്താണ് കീറ്റോൺ ഗ്രൂപ്പിനെ എഴുതുന്നത്. കീറ്റോൺ ഗ്രൂപ്പ് എപ്പോഴും വരുന്നത് എങ്ങനെയാണ്? സെന്ററിലായിരിക്കും വരുന്നത്. അല്ലാതെ നമ്മൾ 2 സൈഡുകളിലായിട്ട് കീറ്റോൺ ഗ്രൂപ്പ് എഴുതാൻ പറ്റില്ല. അപ്പോൾ C ഡബിൾ ബോണ്ട് വശങ്ങളിൽ വന്നാൽ അത് ഏതാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പായിട്ട് മാറിപ്പോകും. അതുകൊണ്ടാണ് ഇവിടെ സെന്ററിൽ എഴുതുന്നത്. അപ്പൊ ഇതിന്റെ എണ്ണം നമ്മൾ നോക്കുക. എന്നിട്ട് ഇവിടെ ഏതാണ് പ്രത്യയമായിട്ട് ചേർക്കുന്നത്? ONE ചേർക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഐസോമെറസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഐസോമെറസ് എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്ര വാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുന്നത്. ഒരേ തന്മാത്ര വാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായിട്ടുള്ള സംയുക്തങ്ങളെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഐസോമെറിസത്തിന് 3ആയിട്ട് നമുക്ക് തിരിക്കാം. ചെയിൻ ഐസോമറുകള്, ഫങ്ഷണൽ ഐസോമറുകള്, മൂന്നാമത്തെ പൊസിഷൻ ഐസോമറുകള്. ചെയിൻ ഐസോമറുകൾ എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രവാക്യമുള്ളതും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്ത പുലർത്തുന്നതുമായിട്ടുള്ള സംയുക്തങ്ങൾ. ഒരേ തന്മാത്ര വാക്യങ്ങളും ഉള്ളതും എന്നാൽ ചെയിൻ ഘടനയിൽ, അതിന്റെ ചെയിനിൽ മാത്രം, ഘടനയിൽ മാത്രം വ്യത്യസ്തത ഉണ്ടായിരിക്കും. ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായിട്ടുള്ള സംയുക്തങ്ങളെയാണ് ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഫങ്ഷണൽ ഐസോമറുകൾ. ഒരേ തന്മാത്ര വാക്യമുള്ളതും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യസ്ത പുലർത്തുന്നതുമായിട്ടുള്ള സംയുക്തങ്ങൾ. അവിടെ ആ ഫങ്ഷണൽ ഗ്രൂപ്പിലായിരിക്കും ആ ഡിഫറൻസ് വരുന്നത്. ഒരേ തന്മാത്ര വാക്യമുള്ളതും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായിട്ടുള്ള സംയുക്തങ്ങളെയാണ് ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് പൊസിഷൻ ഐസോമറുകൾ. ഒരേ തന്മാത്ര വാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും ഉള്ള 2 സംയുക്തങ്ങളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷനിലായിരിക്കും അവിടെ വ്യത്യസ്തത വരുന്നത്. അപ്പോൾ ഒരേ തന്മാത്ര വാക്യവും ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പും ഉള്ള 2 സംയുക്തങ്ങളിൽ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം അല്ലെങ്കിൽ ആ പൊസിഷനിൽ വ്യത്യസ്തത പുലർത്തുന്നതിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് 3 എണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഫങ്ഷണൽ ഗ്രൂപ്പുകളിൽ 3 എണ്ണമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹാലോ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു, രണ്ടാമത്തെ ആൽക്കോക്സി ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു, മൂന്നാമത്തെ കീറ്റോൺ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അത് ആ ഗ്രൂപ്പ് എന്താണ് എന്ന് നമ്മൾ എന്താണ് ചേർക്കുന്നത്, അതിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഓരോന്നിനെയും എങ്ങനെയാണ് നാമകരണം ചെയ്യുന്നതും എന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ ഓരോന്നും നമ്മൾ എഴുതുക. അപ്പോൾ അതിന് നമ്മൾ ചെയിൻ കാർബണിന് നമ്പർ കൊടുക്കുക. നമ്പർ അനുസരിച്ച് നമ്മൾ ഓരോന്നിന്റെയും ആ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഈ സംയുക്തങ്ങളുടെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ അതിന്റെ IUPAC നാമം നമുക്കത് എഴുതാൻ കഴിയും അല്ലേ. അപ്പോൾ അങ്ങനെ ഇതും ബാക്കിയുള്ള നമ്മൾ 3 എണ്ണം ഫങ്ഷണൽ ഗ്രൂപ്പുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയത് ഐസോമെറിസം ആണ്. ഐസോമെറിസത്തിന് 3 എണ്ണം, ചെയിൻ ഐസോമെറിസം, ഫങ്ഷണൽ ഐസോമെറിസം, അല്ലെങ്കിൽ പൊസിഷൻ ഐസോമറുകൾ. അങ്ങനെ നമ്മൾ അത് 3 നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുക, നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.